നമസ്കാരം പ്രിയപ്പെട്ടവരെ. ബിരിയാണി ചെമ്മിന്റെ മൂടി എന്നും ഭൂപടം പാത്തു എന്നും 5 രൂപ പാത്തു എന്നും ലീഗുകാർ തന്നെ വിശേഷണം കൊടുത്ത വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും കേരളത്തിലെ തലയിൽ തട്ടമിട്ട ശശികല എന്ന അപരനാമമുള്ള നിയമസഭാ സാമാജികയായ പാത്തുവിന് നമ്മളോട് എന്തോ പറയാനുണ്ട്. ആ പാത്തു പറയൂ, പാത്തുവിന് പറയാനുള്ളത് എന്താണെന്ന് പറയൂ പാത്തു. ഞാൻ ഒരു നിയമസഭാ സാമാജികയായി ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു കാര്യം പാത്തു ഒരു മിനിറ്റ്. പാത്തുവിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പി കെ നവാസിന് എന്തോ പറയാനുണ്ടെന്ന്, അത് കേട്ടിട്ട് പാത്തുവിന് പറയാം. ആ പി കെ നവാസിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയൂ, കേക്കട്ടെ. പി കെ നവാസ് പറഞ്ഞത് വേശിക്കും വേശിയുടെ അഭിപ്രായം കാണും. പി കെ നവാസ് പറഞ്ഞത് എന്താണെന്ന് കേട്ടില്ല, ഒന്നുകൂടി പറയൂ. പി കെ നവാസ് പറഞ്ഞത് വേശിക്കും വേശിയുടെ അഭിപ്രായം കാണും. ഇപ്പോ കേട്ടു. പാത്തു, ഇനി പാത്തുവിന് പറയാം. ഞാൻ ഒരു നിയമസഭാ സാമാജികയായി ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയ സർ, അത് ഇറഗുലേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയം അവരെ പിടിച്ചു നിർത്തി നിങ്ങൾക്ക് നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോടതിയുടെ മുമ്പിലോ ഹാജരാക്കാൻ പറ്റും. പക്ഷേ മുഖമില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകളെ ചീത്ത വിളിക്കുന്നത്, മാന്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ നിയമസഭാ സാമാജിക എന്നുള്ള രൂപത്തിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ആദ്യത്തെയോ അവസാനത്തെയോ കാര്യമല്ല. വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സഭയിലെ ഒരു അംഗം അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് സംസ്ഥാന സർക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രൂപത്തിലുള്ള നിലപാടെടുത്തു. പക്ഷെ അതേസമയം മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഈ കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ മറന്നുപോയി എന്നുള്ളത് സർ ഞാൻ അങ്ങേ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു പോസ്റ്റർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇത് AI കാലമാണ്. ആർക്കും എവിടെയും ഏത് രൂപത്തിലുമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. വിശ്വസനീയമായിട്ടുള്ള രൂപത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് എന്റെ വ്യക്തിത്വത്തെ, ഞാൻ എന്റെ എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തി എന്നുള്ളതിലപ്പുറത്തേക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹത്തിനെ കൂടി അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാന്യതയെ, സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രൂപത്തിൽ ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിൽ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. തലയിൽ തട്ടമിട്ട ശശികല എന്ന ഓമന പേരുള്ള പാത്തു, നിന്റെ ഹൃദയഭേദകമായ വേദനാജനകമായ ആ പരാതി ഞങ്ങൾ കേട്ടു. എന്തോ പാത്തു, ഒരു മിനിറ്റ്. പാത്തുവിന്റെ കൂടെ തേങ്ങാപ്പൂള് പതിച്ച പച്ചക്കൊടിയും പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അബ്ദുൽ വഹാബിന് എന്തോ പറയാനുണ്ടെന്ന് അബ്ദുൽ വഹാബ് പറഞ്ഞത് പറയൂ, ഉച്ചത്തിൽ പറയൂ, കേക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ രൂക്ഷ ഭാഷയിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഹരിത വിഭാഗത്തിൽ നേതാക്കന്മാരുടെ കാല് പിടിച്ചുകൊണ്ട് പാണക്കാട് വന്നും പലതവണ ചുറ്റിന് നടത്തിയും ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞ് പാർട്ടിക്കകത്ത് കയറിയ ഇവർ വീണ്ടും നവാസിനെ ഇത്തരത്തിൽ കൊത്തിവലിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും വേട്ടയാടും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ പെൺ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും സത്യമാക്കാം എന്ന ഒരു ചിന്ത, അത് ഒരുതരം മാനസിക വിഭ്രാന്തിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഹരിത വിഷയം എന്താ പാത്തു ഈ കേൾക്കുന്നേ? പാത്തു പാണക്കാട് തറവാട്ടിൽ പോയി അവരുടെ കാല് പിടിച്ചെന്നോ? കാല് മാത്രമേ പിടിച്ചുള്ളൂ? കാല് മാത്രം പിടിച്ചതേ ഉള്ളൂ, അതോ കാല് കഴുകി കൊടുത്തോ? വേറൊരു കാര്യം ഞങ്ങൾക്ക് അറിയാനുണ്ട്. പാണക്കാട് തറവാട്ടിലുള്ളവരുടെ കാല് പിടിക്കാൻ പോയപ്പോൾ പാണക്കാട് ബഷീർ അലിയെ കണ്ടായിരുന്നോ? പാണക്കാട് ബഷീർ അലിയെ കാണാതെ പാത്തുവിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കില്ലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കുടുംബ പ്രശ്നം അല്ല. പാത്തു കുറെ നാളുകൾക്ക് മുമ്പ് കുറെ പരാതികളൊക്കെ കൊടുത്തായിരുന്നല്ലോ. ആ പരാതികളൊക്കെ എന്തായി? ആ പരാതികൾ ഒന്നും ആയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ആ പരാതികൾ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ പി കെ നവാസ് തൊട്ടടുത്തിരിക്കില്ലായിരുന്നല്ലോ. പാത്തുവിന്റെ ആ പരിഭവം പറഞ്ഞുള്ള പരാതി നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ ഇതിന് രണ്ട് രൂപത്തിലാണ് കാണേണ്ടത്. പിന്നെ ഇത് വനിതാ കമ്മീഷനിലേക്ക് പോയത് ഒരു അച്ചടക്ക ലംഘനമാണോ എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ മനുഷ്യാവകാശവും മൗലിക അവകാശവുമാണ് നിയമപരമായിട്ടുള്ള വഴികളെ തേടുക എന്നുള്ളത്. ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഇവർ വനിതാ കമ്മീഷനിൽ പോയത് തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിലൊരു ക്ലാരിഫിക്കേഷന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ തെറ്റ് എന്താണ് എന്നുള്ളത് PMA സലാം സാഹിബിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ സ്വമേധയാ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഇത് പോരാ അല്ലേ? പാത്തു ഹൃദയം പൊട്ടി അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? സഖാക്കന്മാരോടല്ല, ലീഗുകാരോട്, പച്ച മലയാളത്തിൽ പറഞ്ഞ അന്തവും കുന്തവും ഇല്ലാത്ത മൂരികളോട്. കേട്ടോ, സംശയത്തിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ട് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവര് വനിതാ കമ്മീഷനെ സമീപിക്കുന്നത്. ദയവ് ചെയ്ത് ഞങ്ങൾക്കെതിരെ നടത്തുന്ന നീചമായിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തിഹത്യകളും മോശം പരാമർശങ്ങളും അതേപോലെ ഇല്ലാ കഥകളും നിർത്തണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്ല പാത്തുവിന് എന്താണ് സത്യത്തിൽ മനസാക്ഷിയെ പറയാനുള്ളത്? നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, തലച്ചോറ് പണയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇതിപ്പോ തലച്ചോറ് മാത്രമല്ലല്ലോ പാത്തു പണയം വെച്ചിരിക്കുന്നത്, വേറെ പലതും പണയം വെച്ചില്ലേ? ബിരിയാണി ചെമ്മിന്റെ മൂടിയൊക്കെ പണയം വെച്ചെന്നാണല്ലോ നിങ്ങളെ കൂട്ടത്തിലുള്ളവർ പറയുന്നത്. അല്ലല്ല, മുനീർ സാഹിബ് എന്തോ പറയുന്നുണ്ടല്ലോ. മുനീർ സാഹിബ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ടല്ലോ. മുനീർ സാഹിബ് പറഞ്ഞേ കേക്കട്ടെ. ഹരിത കുറച്ചുകൂടി
ഡിസ്കഷന് നിന്ന് കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ശത്രുക്കൾക്ക് നമ്മൾ ഒരിക്കലും ഒന്നും എറിഞ്ഞു കൊടുക്കരുത്. അത് രണ്ടു കൂട്ടർ MSF ഇതുപോലെയുള്ള ഭാഷകൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതും ശത്രുക്കൾക്കാണ് അതിൻ്റെ ഗുണം കിട്ടുക. MSFന്റെ 12 ജില്ലാ കമ്മിറ്റി അല്ല മുനീർ സാഹിബേ, എന്താണ് ഈ ഡിസ്കഷൻ? പാണക്കാട് ബഷീർ അലിയുമായിട്ടുള്ള ഡിസ്കഷൻ ആണോ, കുഞ്ഞാപ്പയുമായിട്ടുള്ള ഡിസ്കഷൻ ആണോ? ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്തായാലും പാത്തു, ഈ ഡിസ്കഷന് നിങ്ങൾ നിന്നു കൊടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ഡിസ്കഷന് നിങ്ങൾ നിന്നു കൊടുക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മലയാളക്കരയിന്നാകെ മഹിളാരവമായി മാറും ഈ ലീഗിൻ ചിറകേറി പെൺ ശബ്ദം അവർ നേടും. വിസ്മയമാണ് ലീഗ്, അതിശയമാണ് ലീഗ്, മനോഹരമാണ് ലീഗ്. ഇതൊക്കെ കഴിഞ്ഞ് ഇനി വേറെ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പാത്തുവിനോട്. പാത്തു, നീ സോഷ്യൽ മീഡിയയിലെ ആക്രമണത്തെക്കുറിച്ചാണല്ലോ വാദോരാതെ ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചാൽ മാത്രമേ നിനക്ക് പ്രശ്നമുള്ളൂ അല്ലേ? അല്ലാതെ നേരിട്ട് ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്താൽ നിനക്ക് പ്രശ്നമില്ല. നീ സ്ത്രീകളെക്കുറിച്ചും സ്ത്രീത്വത്തെക്കുറിച്ചും സ്ത്രീകളുടെ അഭിമാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടല്ലോ. സത്യത്തിൽ നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ നിരവധി പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി അവരെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയ കേരളം കണ്ട ഏറ്റവും വലിയ സെക്സ്വൽ പെർവർട്ടറായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെണ്ണുപിടിയന്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത് അതെന്തോ വലിയ സംഭവമാണെന്ന് കരുതി ലൈക്ക് കിട്ടാനും കമന്റ് കിട്ടാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത നീയാണോ സ്ത്രീത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നീ സ്ത്രീകൾക്ക് അപമാനമാണ്, നീ സ്ത്രീത്വത്തിന് ശകുനമാണ്. നിന്നെ സ്ത്രീ എന്ന് പോലും വിളിക്കാൻ പാടില്ല. സ്വന്തം മാനവും മാനാഭിമാനവും പാണക്കാട് തറവാടിലും ലീഗ് നേതാക്കന്മാരുടെ മുമ്പിലും കൊണ്ട് പണയം വെച്ച് അതിന്റെ ഓശാരത്തിന് കിട്ടിയ പദവികളിലും അധികാരത്തിലുമാണ് നീ ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, സംഘപരിവാറിന്റെ ആസനം കഴുകി കൊടുത്ത് സംഘപരിവാറിന് വേണ്ടി വിടുവേല ചെയ്ത് സംഘപരിവാറിന്റെ വോട്ടും കൂടി വാങ്ങിയിട്ടാണ് നീ ഇപ്പോൾ MLA ആയത്. ഇതെങ്ങനെ ചോദിക്കുന്നു, എന്തിനു ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്, മറുപടി ഉണ്ട്, തെളിവുകളുണ്ട്. ഇലക്ഷനിൽ ജയിച്ചതിന് BJP നേതാവ് രമാ ബെഞ്ചിന്റെ വീട്ടിൽ നീ എന്തിനാണ് പൂക്കളും പുഷ്പങ്ങളുമായിട്ട് പോയത്? ജയിച്ചതിന്റെ സന്തോഷം പങ്കിടാൻ പാണക്കാട് തറവാട്ടിലേക്ക് നീ പോയിരുന്നുവെങ്കിൽ അതിന് രാഷ്ട്രീയമുണ്ടായിരുന്നു. KPCC ആസ്ഥാനത്ത് പോയി കോൺഗ്രസ് നേതാക്കളെ കണ്ടിരുന്നുവെങ്കിൽ അതിനും അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ നീ ജയിച്ചതിന്റെ നന്ദി പറയാൻ BJP നേതാവ്, സംഘപരിവാർ നേതാവ് രമാബെന്നിന്റെ വീട്ടിൽ പോയത് എന്തിനാണ്? ജയിപ്പിച്ചതിന് അവരുടെ ആസനം കഴുകി കൊടുക്കാൻ. നീ ബിരിയാണി ചമ്മിന്റെ മൂടി തന്നെയാണ്, നീ ഭൂപടം പാത്തു തന്നെയാണ്, നീ 5 രൂപ പാത്തു തന്നെയാണ്. ഇത് നിന്റെ കൂട്ടത്തിലുള്ള ലീഗുകാരുടെ വാക്കുകൾ ഞങ്ങൾ കടമെടുത്തതാണ്. ഇനി നീ കേരളത്തിന്റെ തലയിൽ തട്ടമിട്ട ശശികല തന്നെയാണ്. വർഗീയത പറയാനും വർഗീയത പ്രചരിപ്പിക്കാനും നുണകൾ പറയാനും ഒരു മടിയുമില്ലാത്ത നുണച്ചി പാത്തുവാണ് നീ. ഇത് ഞാൻ പറഞ്ഞതല്ല, നിന്റെ കൂട്ടത്തിലുള്ള അബ്ദു വഹാബ് തന്നെ പറഞ്ഞതാ നീ ഒരു നുണച്ചിയാണെന്ന്. ഇനി നീ സംഘപരിവാറിന്റെ വളർത്തുപുത്രിയാണ്, നീ മുസ്ലിം സമുദായത്തിന്റെ ഒറ്റുകാരിയാണ്, നീ പണത്തിനും പദവിക്കും അധികാരത്തിനും വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാൻ മടിയില്ലാത്തവളുമാണ്. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായി വിജയനെതിരെ നിയമസഭയ്ക്കകത്ത് നുണകൾ പ്രചരിച്ചപ്പോൾ, അപവാദം പറഞ്ഞപ്പോൾ നിനക്ക് നൊന്നില്ല. ഞങ്ങൾ 4 പോസ്റ്റ് ഇട്ടപ്പോൾ 4 വരി എഴുതിയപ്പോൾ നിനക്ക് പൊള്ളി. മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ സംഗീതം പോലെ ആസ്വദിക്കുകയും തനിക്ക് നേരെ വരുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയും ചെയ്യുന്ന നിന്റെ ഈ കപട രാഷ്ട്രീയമുണ്ടല്ലോ, അത് ഇന്നല്ലെങ്കിൽ നാളെ തകർന്നടിയുക തന്നെ ചെയ്യും. അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കുന്നു, സത്യത്തിൽ ഈ ബിരിയാണി ചെമ്മിന്റെ മൂടി ആരാ പൊട്ടിച്ചത്? ഞാൻ ചോദിച്ചത് ബിരിയാണി ചെമ്മിന്റെ മൂടിയാണ്. പാണക്കാട്ടുള്ളവരാണോ? പാണക്കാട് ബഷീർ അലിയാണോ? PK നവാസ് ആണോ? കുഞ്ഞാലിക്കുട്ടിയാണോ? അതോ ഇനി മറ്റേതെങ്കിലും ലീഗ് നേതാക്കളാണോ? ലീഗിന്റെ സംസ്കാരവും അവരുടെ ചാരിത്രശുദ്ധിയും വെച്ച് ചോദിച്ചു പോയതാണ്. ഒന്നും തോന്നരുത്. തോന്നിയാലും എനിക്കൊരു മത്തായുമില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു.